നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് ഗാനഗന്ധർവൻ KJ യേശുദാസ്. നമ്മുടെ ദാസേട്ടന്റെ പാട്ട്, ഒരു പാട്ടെങ്കിലും നമ്മൾ പാടാത്തൊരു ദിവസമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. ദാസേട്ടനെ കുറിച്ചുള്ള പുതിയൊരു വിശേഷം പറയാനാണ് ഞാൻ വന്നത്. (2021) നവംബർ 16 എന്ന് പറയുന്ന ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അന്നാണ് യേശുദാസ് ആദ്യമായി പാടിയതിന്റെ 60ാം വാർഷികമായിരുന്നു. ആ വാർഷികവുമായി ബന്ധപ്പെട്ട് അന്ന് യേശുദാസ് നമ്മുടെ മലയാള മനോരമ പത്രത്തിൽ ഒരു അഭിമുഖം കൊടുത്തിരുന്നു. അതിശയരാഗം എന്നായിരുന്നു ആ അഭിമുഖത്തിന്റെ തലക്കെട്ട്. അതിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ആദ്യമായിട്ട് പാടാൻ പോയതും പിന്നീട് അദ്ദേഹം അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അദ്ദേഹത്തിന്റെ സന്തോഷങ്ങൾ, ഉയർച്ചകൾ, താഴ്ചകളെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ അതിലുണ്ടായിരുന്നു. ഇപ്പോ നമ്മുടെ മലയാള പാഠപുസ്തകം, അതായത് 8ാം ക്ലാസ്സുകാരുടെ മലയാള പാഠപുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ആ അഭിമുഖം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും, അതായത് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം വീണ്ടും ഒന്ന് അവര് പുതുക്കിയ ശേഷം അതിൽ ഒരു പ്രധാന ഒരു അധ്യായം എന്ന് പറയുന്നത് ഈ പാടി വീട്ടാത്ത കടങ്ങൾ എന്ന പേരിൽ അന്നത്തെ ആ അഭിമുഖം, അതിശയരാഗം എന്ന് പറയുന്ന ആ അഭിമുഖത്തിലെ ചില ഭാഗങ്ങളാണ്, അത് മുഴുവനായിട്ടല്ല, ചില ഭാഗങ്ങളാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ അഭിമുഖത്തിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ആദ്യമായിട്ട് അദ്ദേഹം പാടാനായിട്ട്, അതായത് അദ്ദേഹത്തിന്റെ അച്ഛനും ഒരു ഗായകനൊക്കെ ആയിരുന്നു. അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലവും ഒക്കെ ആയിട്ട് അദ്ദേഹം സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് വന്നത്. അപ്പൊ ആദ്യമായിട്ട് അദ്ദേഹം പാടാൻ വേണ്ടി മദ്രാസിലേക്ക് ട്രെയിൻ കയറാൻ പോയപ്പോൾ അന്ന് ട്രെയിൻ ടിക്കറ്റ് എടുക്കാനുള്ള കാശ് കൊടുത്തത് ഒരു പള്ളുരുത്തിയിലെ ഒരു ടാക്സി ഡ്രൈവറാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ച സമയത്ത് അന്ന് ഹോസ്പിറ്റലിൽ നിന്ന്, ആ സമയത്തൊക്കെ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡെഡ് ബോഡി വിട്ട് കിട്ടണമെങ്കിൽ തുക കെട്ടിവെക്കണം. ആ തുകയൊന്നും യേശുദാസിന്റെ കയ്യിലില്ലായിരുന്നു. അങ്ങനെ അന്നത് ഭാസ്കരൻ മാഷ്, P. ഭാസ്കരൻ മാഷ്, നമ്മുടെ ഗാനരചിതാവും സംവിധായകനൊക്കെ ആയ ഒരു വലിയൊരു മഹാനായ ഒരു മലയാള സിനിമയിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ്. P. ഭാസ്കരൻ മാഷാണ് അന്ന് യേശുദാസിന് പൈസ കൊടുത്തത്. അങ്ങനെ ആ പൈസ കൊണ്ടാണ് അച്ഛന്റെ ബോഡി ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുകിട്ടിയത്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അന്ന് അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട്, അതായത് ഭയങ്കര എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു മോട്ടിവേഷനൊക്കെ കുട്ടികൾക്ക് നൽകും എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, അതായത് കുട്ടികൾക്ക് ദാസേട്ടന്റെ പാട്ടുകൾ പാടാനും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും എല്ലാം കൂടിയിട്ടുള്ള, ശരിക്കും അതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ അറിയാം, സാധാരണ കുറെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കുറെ കഥകൾ ഉണ്ടാവും, കുറെ നോവലുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ എപ്പോഴും ഒരു എന്താ പറയുക, ഒരു 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 മടുപ്പ് തോന്നുന്ന രീതിയിലാണ് കുറെ കാലമായിട്ട് സിലബസ്. അതൊന്നൊക്കെ മാറി മാറി വരുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത് തന്നെ നമ്മൾ കേട്ടിരുന്നു, ഇപ്പൊ മഹാരാജാസ് കോളേജിൽ മമ്മൂക്കയുടെ ജീവചരിത്രം ഉൾപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കുറെ മാറ്റങ്ങൾ നമ്മുടെ സിലബസിൽ വന്നു തുടങ്ങുന്നുണ്ട്. അതൊക്കെ ഒരു കണക്കിന് കുട്ടികൾക്കൊക്കെ, അതായത് അവർക്ക് താല്പര്യത്തോടു കൂടി പഠിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ താല്പര്യമുള്ള ഒരു വിഷയമാണെങ്കിൽ നമ്മളത് വളരെ വെറുതെ നമുക്കതൊരു ആരെങ്കിലും അടിച്ചു പഠിപ്പിക്കുന്ന പോലെയല്ല നമുക്ക് തോന്നുക. നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടിയാണ് അത് പഠിക്കുക. അതേപോലെ തന്നെ നമ്മളത് ഒരിക്കലും മറക്കില്ല. അപ്പോൾ കുറെ മാറ്റങ്ങൾ എന്തായാലും വരുന്നുണ്ട്. ആ ഒരു മാറ്റത്തിന്റെ ഒരു ഭാഗം ഇപ്പൊ നമ്മുടെ ദാസേട്ടന്റെ ജീവചരിത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു ഭാഗം കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഉൾപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. ആദ്യമായിട്ടാണ് അതൊരു മറ്റൊരു കാര്യം. നമുക്കറിയാം, ദാസേട്ടനെ കുറിച്ചുള്ള ഒരുപാട് ബുക്സ് ഉണ്ട്, ഒരുപാട് ഡോക്യുമെന്ററീസ് ഉണ്ട്, പല ഇന്റർവ്യൂസ് ഒരുപാടുണ്ട്, ഒരുപാട് പേര് എഴുതി ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു പാഠപുസ്തകത്തിൽ നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിനെ കുറിച്ച് ഉൾപ്പെടുത്തുന്നത്. അത് ഒരു വലിയൊരു മാറ്റം തന്നെ ആവട്ടെ. നമ്മുടെ ഇവിടുത്തെ ഒരു സിലബസിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വിദ്യാഭ്യാസ രീതിക്ക് തന്നെ വലിയൊരു മാറ്റമാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.